ആഹാസ്വാദ് മായാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ദാൽ ചിക്കനാണ് റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദാൽ ചിക്കൻ നല്ല ഹെവി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മീലായി കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ദാൽ ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദാൽ ചിക്കൻ തയ്യാറാക്കാനായി 3 സൈസിലുള്ള ദാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ദാളൊക്കെ എടുക്കാവുന്നതാണ്. തൂർ ദാൾ അല്ലെങ്കിൽ തുവരപ്പരിപ്പ് 1/4 കപ്പ്, മൂങ് ദാൾ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് 1/4 കപ്പ്, മിക്സ്ഡ് ദാൾ 1/2 കപ്പ്. ഇത് 3ഉം കൂടി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2-3 തവണ നന്നായി വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം നീക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് ഇടാം. വേവിക്കാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. ദാൽ ചിക്കനുള്ള ചിക്കൻ റെഡിയാക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാരങ്ങാ നീരൊക്കെ ഒഴിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം നന്നായി ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ വേവിക്കാനായി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് വഴറ്റാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റാം. 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വേഗം വഴന്നു വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളിയും ടൊമാറ്റോയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി 1/2 കപ്പും 2 പച്ചമുളകും കൂടി ഇങ്ങനെ അരച്ചെടുത്തത് ചേർക്കാം. ഇതും നന്നായി വഴറ്റാം. ഇതിൻ്റെ പച്ചയായിട്ടുള്ള മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി വഴറ്റാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മസാല പൊടികളെല്ലാം ചേർക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ഇട്ട് നന്നായി വഴറ്റാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. മസാലയെല്ലാം നന്നായി ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാം. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം.
ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ദാളെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം. വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള മിക്സ്ഡ് ദാൾ റെഡിയായത് നമുക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ദാൽ ചിക്കൻ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ്. ഇത് കുറച്ച് ലൂസാക്കി എടുക്കാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദാൽ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇത് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ദാൽ ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ എത്ര ടേസ്റ്റ് ആണെന്നോ. ഗീ റൈസ് ഇതിൽ മിക്സ് ചെയ്തെടുത്ത് കഴിക്കാനും സൂപ്പറാണ്. എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കുറച്ച് മാത്രം ചിക്കൻ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു മീൽ ഇങ്ങനെ വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണേ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി വേഗം തന്നെ വരാം. ബൈ. Thank you.